ഈ പുരസ്കാരം CPM-ൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ പേരിലായതുകൊണ്ട് ഈ പുരസ്കാരത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തത് ഒരു പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയുന്നയാൾ എന്ന നിലയിലല്ല എന്ന് ഞാൻ കരുതട്ടെ. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല, ഇനി ഭാവിയിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അധികാരത്തോട് എപ്പോഴും കലഹിച്ചുകൊണ്ടേ മാധ്യമങ്ങൾക്ക് നിൽക്കാൻ കഴിയും. പക്ഷെ അതിൻ്റെ അർത്ഥം ഒരു സത്യാനന്തര കാലത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഏത് അവാസ്തവങ്ങളായ പ്രചരണങ്ങളിലൂടെയും നമുക്ക് നേരിടാമെന്നൊരു കൂട്ടർ വഴിവെക്കുമ്പോൾ വസ്തുതകൾ പറയുകയാണ് ആ സമയത്ത് ഇടതുപക്ഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തരത്തിലുള്ള PR വർക്കും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. എല്ലാ CPM നേതാക്കളുമായും എനിക്കുള്ള ബന്ധം എല്ലാ കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം പോലെ തന്നെയാണ്. പക്ഷേ വസ്തുതകൾ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലരും ചോദിക്കും, ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ ധാരാളം ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഞാൻ അടുത്തിടെ ഒരു ഡിബേറ്റിൽ പറഞ്ഞു, കാൾ മാർക്സ് ഒരു പത്രപ്രവർത്തകനായിരുന്നു എന്നുള്ളത് നമ്മളിൽ ചിലരൊക്കെ മറന്നുപോകും. അദ്ദേഹം 1842 റിലീഷ്യസ് ഷൂട്ടിംഗ് എന്ന് പറയുന്ന പത്രം തുടങ്ങുമ്പോൾ ഒരു വർഷക്കാലം മാത്രമേ ആ പത്രത്തിൻ്റെ എഡിറ്റർ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. റഷ്യൻ ഭരണാധികാരികളാണ് പിന്നീട് ആ പത്രത്തെ അടച്ചുപൂട്ടി അദ്ദേഹത്തെ നാട് കടത്തുന്നത്. നന്നായി പത്രപ്രവർത്തനം നടത്തിയാൽ ഏറെക്കാലം ആ പത്രപ്രവർത്തനത്തിൽ തുടരാൻ കഴിയില്ല എന്നത് ആദ്യം തെളിയിക്കുന്നത് കാൾ മാർക്സ് ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുണ്ട്. 5-6 വർഷം മാത്രമേ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആ പത്രത്തിന് താല്പര്യത്തിരുന്നിട്ടുള്ളൂ. കേസരിയുണ്ട്, കുറച്ചു കാലം മാത്രമേ പത്രത്തിൻ്റെ താല്പര്യത്തിരുന്നിട്ടുള്ളൂ. പത്രാധിപന്മാർ പത്രത്തെക്കാൾ മുമ്പേ തന്നെ പത്രങ്ങൾ അസ്തമിച്ചു പോയൊരു കാലം നമുക്കുണ്ട്. അത്രയും പോരാട്ടമാണ് പത്രങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്.